നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത. ഗർഭകാലത്ത് നിങ്ങൾ അസിഡിറ്റി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടോ? എങ്കിൽ ഇതാ ഒരു വളരെ ലളിതമായ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ കൂളിംഗ് പ്രാണായാമം ചെയ്യാം. അപ്പോൾ കൂളിംഗ് പ്രാണായാമം ചെയ്യുന്നതിന് മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ടത് 2 കൈയും ചിന്മുദ്രയിൽ വെച്ച് സോഫയിലോ ചെയറിലോ നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ കിടക്കുകയും ചെയ്യാം. കിടന്നുകൊണ്ട് നിങ്ങളുടെ വയറൊന്ന് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, വയറ് പുറത്തേക്ക് വീർപ്പിക്കുക, ശ്വാസം വിട്ട് വയറകത്തേക്ക് എടുക്കുക. ഇതുപോലെ 10 തവണ നിങ്ങൾ കിടന്നുകൊണ്ട് ശാന്തമായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഇടത്തെ കയ്യിൽ ചിന്മുദ്ര തന്നെ ഇങ്ങനെ പിടിക്കുക. വലത്തെ കയ്യിൽ നാസികാഗ മുദ്ര, അതായത് 2ാമത്തെയും 3ാമത്തെയും വിരൽ മടക്കി നമ്മൾ വലത്തേ മൂക്ക് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സോഫയിൽ ചാർന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിലത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ നിലത്തിരുന്നോളൂ, പക്ഷെ നടു നിവർന്നിരിക്കുക. എന്നിട്ട് നമ്മൾ ഇടത്തേ മുക്കിലേക്ക് കൂടി ശ്വാസം എടുക്കുക, ഇടത്തേ മുക്കിലേക്ക് കൂടെ തന്നെ ശ്വാസം വിടുക. അപ്പം ഇത് നമ്മളൊരു 10 തവണ ചെയ്യുക. അതിനുശേഷം പുറത്ത് നല്ല ഫ്രഷ് എയറിൽ പോയി വിശ്രമിക്കുക. വിശക്കുന്നുണ്ടെങ്കിൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക. കഞ്ഞിയാണ് ഏറ്റവും നല്ലത്. പൊടിയരി കഞ്ഞി കുറച്ച് ഉപ്പിട്ടിട്ട് ചെറു ചൂടോടെ കുടിക്കുക. ചമ്മന്തിയോ എന്തെങ്കിലും ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തോരൻ ഉപയോഗിക്കുകയാണെങ്കിൽ ചുവന്ന മുളക് ഇടാതെ പച്ചമുളക് ഉപയോഗിച്ചുകൊണ്ട് തോരൻ ഉണ്ടാക്കുക. അല്ലെങ്കിൽ കഞ്ഞിയും ഓലനും കഴിക്കുക. അപ്പം നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കാതിരിക്കുക, കുറേ വിധം ഐറ്റംസ് ഒരുമിച്ച് കഴിക്കാതിരിക്കുക. അപ്പം ഇതുപോലെ നമ്മൾ വളരെ ലളിതമായിട്ട് നമുക്ക് നമ്മുടെ അസിഡിറ്റി, പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന അസിഡിറ്റി നമുക്ക് മറികടക്കാൻ സാധിക്കും. അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ടീമുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെ നിങ്ങളെ ഗർഭകാലത്ത് കണ്ടുവരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും യോഗ തെറാപ്പിയിലൂടെയും ഡയറ്റ് തെറാപ്പിയിലൂടെയും പൂർണ്ണമായും ഭേദമാക്കുന്നു. നമുക്കൊരു മരുന്നോ സപ്ലിമെന്റ്സോ ഇല്ല. ഫുഡ് ഈസ് അവർ മെഡിസിൻ. താങ്ക് യു.